അവളല്ലേ? അവൾക്ക് 5 മാർക്കുള്ളൂ. അപ്പൊ ഇത് അവളുടെ ബാഗാണ്, എന്റെ ബാഗല്ലേ? അയ്യോ, ബാഗ് മാറിപ്പോയി. ഏതായാലും തമ്മനെ കാണിച്ചു കൊടുക്കാം. അവളെ കാണാതെ ഒളിപ്പിച്ച് വെച്ചിട്ടാണ്. എന്താടി നീ ഇങ്ങനെ നോക്കി ചിരിക്കണേ? അതൊന്നുമില്ലടി, ഞാൻ വെറുതെ ചിരിച്ചാ. അമ്മേ, എന്തിനാ ഈ അമ്മനെ വിളിക്കണ? അമ്മനോട് ചെറിയ കാര്യം പറയാണ്ടായിരുന്നു വിളിച്ചാ. അമ്മേ ഒന്ന് വാവേ. എന്തിനാടി ഇങ്ങനെ കടന്നാലറിഞ്ഞ് ഒരു പണി എടുക്കാനയക്കാതെ? അമ്മ ഇങ്ങോട്ട് വാ, കാണിച്ചു തരാം. എന്ത് കാണിച്ചു തരാന്ന്? ഇങ്ങോട്ട് വന്നാലല്ലോ കാണുക. എന്തേ? ഇത് നോക്കമ്മേ, അമ്മയുടെ പുന്നാര മോൾക്ക് എംബിയിൽ 5 മാർക്ക്. 5 മാർക്കോ? ശരിയാണോ ടീച്ചി പറയണേ? അപ്പൊ എന്താ അമ്മക്ക് കണ്ണ് കണ്ണില്ലേ ഇതിൽ 5 എഴുതിയത്? ആ ശരിയാണല്ലോ, 5 മാർക്കോ? അവൾക്ക് നിന്റെ അടുത്ത് പുതിയ കിട്ടും. അയ്യോ, ഞാൻ ഒളിപ്പിച്ചേച്ചിന്റെ പേപ്പർ അമ്മ കണ്ടോ? ഈ ചേച്ചിനെ കൊണ്ട് വല്ലാത്തൊരു ഇടങ്ങാറൊന്നുമല്ല. എടി തമ്പുരു, എന്താടി ഇത്? എന്താ അമ്മേ, എന്തേ? അനക്കെന്താ ഞാൻ മനസ്സിലാക്കി തരണോ? ഇത് എക്സാം പേപ്പർ അല്ലേ? ഇതിലെന്താണ് എംബിയിൽ 5 മാർക്കോ? അത് പിന്നെ എല്ലാവർക്കും 5-6 മാർക്ക് തന്നെ ഉള്ളൂ ഇംഗ്ലീഷില്. ആർക്കും കുറെ മാർക്കൊന്നും കിട്ടിയിട്ടില്ല. ഓലെ കാര്യം വെച്ച് കേൾക്കണ്ട, ചന്റെ കാര്യം കേട്ടാ മതി. ഈ തോറ്റില്ലേ പരീക്ഷക്ക്? അത് പിന്നെ ക്ലാസ്സിലെ പകുതി കുട്ടികളും തോറ്റുകൂണേ. എന്നോട് ഞാൻ പറഞ്ഞില്ലേ ചോല കാര്യം ഒന്നും കേൾക്കണ്ടെന്ന്. ചന്റെ കാര്യം നോക്കിയാൽ മണക്കല്ലോട് ഞാൻ തിന്നാൻ തരുന്നത് ഒഴിക്കാൻ തിന്നാൻ കൊടുക്കണ്ടോ? എന്നിട്ട് എന്തായാലും പള്ളർച്ച് കിട്ടും. ആമിനാക്ക് എത്ര മാർക്കാടി? ആമിനാക്ക് എംബിയിൽ 50 ഉണ്ടെന്ന് പറഞ്ഞപ്പോ അമ്മ അതിനെ കാര്യം പറയണ്ട, അറിയില്ലാന്ന് പറയാം. എന്താടി ഇങ്ങനെ ആലോചിക്കണം? ഓൾക്ക് എത്ര മാർക്കാ? ഓ, അത് ഓൾക്ക് അറിയില്ല അമ്മേ, ഞാൻ ഓളെ പരീക്ഷ പേപ്പർ നോക്കിയിട്ടില്ല. ഓൾക്കൊക്കെ ഫുള്ളിൽ ഫുൾ ഉണ്ടാവേ. ഓൾക്ക് 50-ൽ 50 ഉണ്ടാവും. ഓളമ്മ അത്രയും ഓളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഓളെ ഈ പരീക്ഷ ആയപ്പോൾ ഫുൾ ടൈം പെരണ്ടുള്ളിൽ നിന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓളമ്മ കളിച്ചാൻ തന്നെ വിട്ടില്ല. ഓളെ എന്നോട് ഞാൻ കളിച്ചാൻ പോകണ്ടെന്ന് കേൾക്കുവോ? ജപ്പ കളിച്ചാൻ പോലെ തന്നെ നമുക്ക് പണി. പിന്നെ എങ്ങനെ നമുക്ക് 50-ൽ 5 മാർക്ക് കിട്ടാതിരിക്കാൻ? മേക്കപ്പ് ഇട്ട് ഇങ്ങനെ നടന്നോ? വേറെ ഒന്നും എന്നെ പറ്റൂലല്ലോ. ഇനി PTA മീറ്റിംഗ് എന്നാണ് വിളിച്ചേ, ഞാൻ വരൂല. അച്ഛനാണെങ്കിൽ കൊണ്ടേക്കോ. ഇക്കാ ടീച്ചറെ തൊള്ളിയിലിരിക്കണമെന്ന് കേൾക്കാൻ എന്നെ കൊണ്ട് നടക്കൂല. എടി മിനി, എന്താ ഇവിടെ വെക്കാണോ? ആ, ഇതാ രാമിനാന്റെ അമ്മേ. ആ, എന്താ ഇവിടെ പരിപാടി? ഇവിടെ എന്ത് പരിപാടി കഴിച്ചാത്ത? ഇവിടെ പരിപാടിയൊന്നുമില്ല. പിന്നെ എന്താ ഇവിടെ മോന്തയ്ക്ക് ഇങ്ങനെ ഇരിക്കണത്? എന്തിനാ ചൂടായിന്ന്? അതൊന്ന് നോക്കി നോക്കി കഴിച്ചാത്ത. 50-ൽ 5 മാർക്കാണ് തമ്പുരു മേടിച്ചു നിൽക്കുന്നത്. പിന്നെ എന്താ ഓളൊക്കെ ഞാൻ കാട്ടണ്ട്? ആമിനാക്ക് എത്ര മാർക്ക്? ഞാൻ ചോദിച്ചാൽ നിൽക്കുന്നത്. ഓളോട് ചോദിച്ചപ്പോൾ ഓൾക്ക് അറിയില്ലാന്ന് പറഞ്ഞു. ഓൾക്ക് എത്ര മാർക്ക്? എന്റെ മോൾ ആയതുകൊണ്ട് പറയില്ല. അവൾക്ക് 50-ൽ 50 മാർക്ക്. എല്ലാ കൊല്ലം ഓൾക്ക് അങ്ങനെ തന്നെ കാരണം എല്ലാ പരീക്ഷയിലും 50-ൽ 50 മാർക്ക് ഉണ്ടാവും ഓൾക്ക്. ആ, ഓളല്ലെങ്കിലും പഠിച്ച കുട്ടിയാണേ. ഇവിടെ ഒന്നുണ്ടല്ലോ, ഇവിടെ പഠിച്ചും ചോദിച്ചൂല. ഫുൾ ടൈം കളിച്ചലും TV ആണേലൊക്കെ കാരം പണി. എന്താ ഇവിടെ ഞാൻ കാട്ടൊക്കെ അറിയില്ല. നീ ആമിനാന്റെ അടുത്തൊന്നും വിടണം. ഓളോട് പഠിപ്പിച്ചു കൊടുക്കാൻ പറയണ്ട ഓൾക്ക് അടുത്ത എക്സാമിന്. ഇങ്ങനെ പോയാൽ പറ്റൂലേ? ഇപ്പൊ ജയിച്ചിട്ടേനല്ലേ ഓള്. 50-ൽ 5 മാർക്കേ ഉള്ളൂ. ആ, അതിനെന്താണ്? ഓളെ വിട്ടോളി, ഞാൻ പഠിപ്പിച്ചു കൊടുത്തോളാം. 50-ൽ 5 മാർക്കോ? തമ്പുരു, നല്ല കുറവാണ്ടത്. അടുത്ത പരീക്ഷയെങ്കിലും പഠിച്ചിട്ട് നല്ലോണം മാർക്ക് പഠിച്ചോണ്ട് കേട്ടോ. ഇങ്ങനെ പോയാലേ 10ാം ക്ലാസ് ഒക്കെ ആയി കഴിഞ്ഞാല് വെറുതെ ജയിപ്പിച്ചുവിടൊന്നുമില്ലേ? ആ കഴിച്ചാത്ത, ഞാൻ പഠിച്ചോണ്ട് കണ്ട ഓള് പഠിച്ചോണ്ടെന്ന് പറഞ്ഞേക്കണോ? അതൊക്കെ കണക്കെന്നെ കാരം. ഓളിപ്പോ ബുക്ക് നോക്കിയേക്കാ, അതൊക്കെ നോക്കിയിരിക്കോളേക്ക്. ഓളിപ്പോ പഠിച്ചതന്നെ കഴിഞ്ഞിട്ടുണ്ടാവില്ല. ബുക്ക് ഇങ്ങനെ നിർത്തി മുമ്പിൽ വെക്കും. എന്നാ നമുക്കോള് പഠിച്ചിട്ടുണ്ട് തോന്നുമല്ലോ, അതിനാണേ. അല്ല പഠിച്ചൊന്നുമല്ല, ബുക്ക് ഇങ്ങനെ മുമ്പിൽ വെച്ചിട്ട് ഇങ്ങനെ എന്തെങ്കിലും ആലോചിച്ച് ഇങ്ങനെ കുത്തിരിക്കും. അങ്ങനെ നമുക്ക് തോന്നുമല്ലോ ഓള് പഠിച്ചാണെന്ന്. അതിന് വേണ്ടിയിട്ടാണത്. പിന്നെ എന്താ കഴിച്ചാത്ത അവിടുത്തെ വർത്താനൊക്കെ? വേറെന്താ? ഇവിടെ വന്നിരിക്കേ. എന്താ അവിടെ തന്നെ നിൽക്കണേ? ഞാൻ ഇരിക്കണമെന്നില്ല. ആമിനാടെ ഒറ്റക്കാണേ. ഞാൻ പോയിട്ട് വേണം അവൾക്ക് ചായയും കടിയൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ. ആണോ? എന്നാ പിന്നെ ഒരു ദിവസം വരും ഓളയും കൂട്ടിയിട്ട്. ആ ശരി, എന്നാ പിന്നെ ദിവസം വരണ്ട്. കണ്ടില്ലേ ഓളമ്മ പറയണത്? 50-ൽ 50 മാർക്ക് അത്ര ഓൾക്ക്. ഇവിടെ ഇങ്ങനെ കുത്തിരുന്നോ? എന്നിട്ട് ഓളമ്മ വന്നിട്ട് നാട്ടിൽ കൂടി മൊത്തം പറഞ്ഞു നടക്കും. എനിക്ക് പറയാനൊന്നുമില്ലല്ലോ. ഈ 5 മാർക്ക് എന്നൊക്കെ ആരോടെങ്കിലും പറയാൻ പറ്റുമോ? എന്റെ കുട്ടിക്ക് ഒരു 50-ൽ 50 ഉണ്ടെങ്കിൽ ഞാനും എല്ലാവരോടും പോയി പറയില്ലേ? അണക്ക് 2 അടി ഇട്ടാതെ കാര്യം നടക്കൂലല്ലോ. മലയാളി ഇനി പഠിച്ചൂല. ഇനി അടുത്ത പരീക്ഷക്ക് ഫുൾ മാർക്ക് മേടിച്ചൂലേന്ന്. അത് കലക്കി. അന്നെ പഠിച്ചാൻ വിടുന്ന നേരെ ഇവിടെ വല്ല പെരയിലും പണിയെടുപ്പിച്ചാൽ നല്ലത്. എന്നാ പിന്നെ ഇതിന്റെ ഒന്നും ആവശ്യമില്ലല്ലോ. ഇനി അടുത്ത പരീക്ഷയ്ക്ക് ഫുൾ മാർക്ക് മേടിച്ചിട്ടില്ല ഇതിന്റെ തമ്പുരു ദിക്കും കിട്ടല് കിട്ടൂട്ടോ. ഞാൻ മേടിച്ചോളാം അമ്മേ. ഞാൻ അച്ഛൻ വരുമ്പോ അച്ഛനോട് കൂടി പറയട്ടെ. അച്ഛൻ്റെ അടുത്ത് 2 എണ്ണം കിട്ടട്ടെ, അപ്പോൾ മനസ്സിലാവും എനിക്ക്.